ஹலோ எவ்ரி ஒன், வெல்கம் டு அபுதாபி கிச்சன். இன்றைக்கி நம்ம சேனலில் பார்க்க போகிறது ஒரு செம்மையான பீஃப் கட்லெட். என்னோடய பெஸ்ட் ஃப்ரெண்டுக்காக இந்த ரெசிப்பியை நான் மலையாளத்தில் பேசி പോട പോகிறேൻ. വായോ നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാം. ഞാൻ 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞ പൗഡർ, 2 വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൗഡർ, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡർ. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കാം. മിക്സാക്കിയിട്ട് ഒരു 20 മിനിറ്റിൻ്റെ ശേഷം ഞാൻ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് 5 to 6 വിസിൽ നല്ലോണം വേവിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ മിക്സിയിൽ പൾസ് മോഡ് ആക്കിയിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുത്ത്, കൂടുതൽ ഗ്രൈൻഡ് ചെയ്യൽ പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, ഷ്രെഡഡ് ആയിരിക്കണം. അതിന് ശേഷം ഞാൻ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത ബീഫും അതിൽ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് കൊറിയൻഡർ ലീവ്സ്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ വേണം ഇതൊക്കെ ആഡ് ചെയ്യാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് അതിന് ശേഷം ഇത് നല്ലോണം ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 to 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കയ്യിൽ പിടിച്ച് ബൈൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടണം. സോ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. കൈനെ കൊണ്ട് നല്ലോണം നിങ്ങൾ മാഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റിലാക്കിയിട്ട് അതിന് ശേഷം കുറച്ച് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഒരു ചെറിയ ബോളാക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനും കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കുക. അത് ഓവലിൻ്റെ ഷേപ്പായാലും പിന്നെ വലിയ റൗണ്ട് ഷേപ്പായാലും മീഡിയം സൈസായാലും നിങ്ങളെ ഇഷ്ടമാണത്. പിന്നെ ഞാൻ ഈ ഒരു 20 to 25 കട്ട്ലറ്റ്സ് ഇങ്ങനെ ഒരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബൗളിൽ 1/2 ടീസ്പൂൺ മൈദ പൗഡർ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലാണ് നമുക്ക് ഒന്ന് കട്ട്ലറ്റ് പൊട്ടാണ്ട് കിട്ടത്തുള്ളൂ. സോ ഞാൻ അതിൽ മൈദ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഫുൾ നല്ലോണം കോട്ട് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ കോട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാം കട്ട്ലറ്റും ഞാൻ ചെയ്ത് 2 to 3 hours ഞാൻ നല്ലോണം ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്താൽ മാത്രം കട്ട്ലറ്റ് പൊട്ടാണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് ബാച്ചസ് ഞാൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഞാൻ എടുത്ത് വെച്ച് 1 വീക്ക് വരെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം, ഒന്നും ആവത്തില്ല. അതിന് ശേഷം നല്ല ചൂട് ഓയിലിൽ ഞാനത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തു. ഷാലോ ഫ്രൈ വേണമെങ്കിലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം. എനിക്ക് ഡീപ്പ് ഫ്രൈ ആണ് ഇഷ്ടം, എനിക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. സോ ഓയിലൊന്നും പിടിക്കൂല, നല്ല സൂപ്പറായിട്ട് നല്ല ബ്രൗൺ കളറിൽ നമ്മളെ ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് സോസ് മൈനസ് ഇതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഫേവറേറ്റ് നല്ലോണം ഉള്ളി നല്ലോണം സ്ലിമ്മായിട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് കുറച്ച് ജലപ്പീനോ, കുറച്ച് ഉപ്പ്, ലെമൺ ജ്യൂസ്, പച്ചമുളക്, കൊറിയൻഡർ ലീഫ് ഇട്ടിട്ട് ആ ബീഫ് കട്ട്ലറ്റ് ഒന്ന് പൊട്ടിച്ച് ആ ഉള്ളീൻ്റെ കൂടെ എടുത്ത് കഴിച്ചാലുണ്ടല്ലോ ഒരു 1.5 ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇഫ്താറിനായിട്ട് എല്ലാം പ്ലേറ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ പക്കോട, നോമ്പ് കഞ്ഞി, റോസ് മിൽക്ക്, ഫ്രൂട്ട്സ്, അഗർ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളും ബീഫ് കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക്